ഇന്ത്യൻ ടീമിൽ വമ്പൻ അയച്ചുപണികളാണ് നടക്കാൻ പോകുന്നത്. ഏകദിന ടീമിൽ 2 ആണ്ടുകൾക്ക് ശേഷം സഞ്ജു തിരിച്ചു വരികയാണ്. പ്രഗത്ഭ താരങ്ങളായ ബുംറയും ഹാർദിക്കും ഋഷഭ് പന്തും ഇത്തവണയും ടീമിലുണ്ടാകില്ല. കോഹ്ലിയും രോഹിത് ശർമ്മയും ബാറ്റെടുത്ത് കളിക്കളത്തിൽ ഉണ്ടാകുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ. IPL പൂരം അവസാനിച്ചാൽ പിന്നെ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന പരമ്പരയ്ക്ക് കൊടി ഇറങ്ങുകയാണ്. യുവതാരം ശുഭ്മാൻ ഗില്ലിനെ ടീമിന്റെ നായകസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുള്ള പരീക്ഷണത്തിനാണ് സെലക്ടർമാർ ഒരുങ്ങുന്നത്. ഏകദിന ഫോർമാറ്റിൽ ഗില്ലിനുള്ള മികവും എക്സ്പീരിയൻസും കണക്കിലെടുത്ത് ഭാവി നായകനായി അദ്ദേഹത്തെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം ഇതിന് പിന്നിലുമുണ്ട്. ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നതിനോടൊപ്പം ഓപ്പണിംഗിൽ മികച്ച തുടക്കം നൽകുക എന്ന ഉത്തരവാദിത്വവും ഗില്ലിനുണ്ടാകും. സീനിയർ താരം രോഹിത് ശർമ്മ ടീമിൽ തുടരുന്നത് ഗില്ലിന് വലിയ ആശ്വാസമാകും. 2027 ലോകകപ്പ് ലക്ഷ്യമിട്ട് മുന്നോട്ടു പോകുന്ന രോഹിത് ശർമ്മ തന്റെ അനുഭവ സമ്പത്ത് ടീമിന് ഗുണകരമാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഓപ്പണിംഗിൽ ഗില്ലും രോഹിത്തും ചേർന്നുള്ള സഖ്യം ഇന്ത്യക്ക് കരുത്തുറ്റ അടിത്തറ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓപ്പണറായി യുവ ഇടം കയ്യൻ ബാറ്റർ യശസ്വി ജയ്സ്വാളിനെ ബാക്കപ്പ് ഓപ്പണർ റോളിൽ ടീമിൽ ഉൾപ്പെടുത്തിയേക്കാം. തന്റെ ആക്രമണ ശൈലിയിലൂടെ ഏത് ബൗളിംഗ് നിരയും തകർക്കാൻ ശേഷിയുള്ള ജയ്സ്വാൾ വരും കാലങ്ങളിൽ ഇന്ത്യൻ ബാറ്റിംഗിലെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു പ്രതിഭയാകും. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ടീമിന് കൂടുതൽ ഓപ്ഷനുകൾ നൽകുകയാണ്. നിലവിൽ വരുന്ന വാർത്തകൾ പ്രകാരം പരമ്പരയിൽ വിരാട് കോഹ്ലി കളിക്കുമെന്നാണ് ആരാധകർക്ക് ആശ്വാസം നൽകുന്നത്. തന്റെ ഫോം നിലനിർത്തുന്നതിനും ഏകദിന ശൈലിയോട് കൂടുതൽ പൊരുത്തപ്പെടുന്നതിനുമായി കോഹ്ലിക്ക് വിശ്രമം നൽകേണ്ടതില്ലെന്നാണ് ടീം മാനേജ്മെന്റിന്റെ പ്രധാന തീരുമാനം. 3-ാം നമ്പറിൽ കോഹ്ലിയുടെ സാന്നിധ്യം ബാറ്റിംഗ് നിരക്ക് സ്ഥിരത നൽകും. മധ്യനിരയിൽ 4-ാം നമ്പറിലേക്ക് വിശ്വസ്തനായ ശ്രേയസ് അയ്യർ തിരിച്ചെത്തും. സ്പിൻ ബൗളർമാരെ നേരിടുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള ശ്രേയസ് അയ്യർ മധ്യ ഓവറുകളിൽ റൺ റേറ്റ് ഉയർത്താൻ സഹായിക്കുന്ന താരമാണ്. പരിക്കിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഫോം ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. അതേസമയം യുവതാരം ഋതുരാജ് ഗെയ്ക്വാദിനെ ടീമിൽ ഇടം ലഭിക്കാൻ സാധ്യത കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. IPL മോശം ഫോമും ടീമിലെ കടുത്ത മത്സരവും ഋതുരാജിന് വിനയാകുന്നു. മികച്ച താരമാണെങ്കിൽ പോലും നിലവിലെ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമല്ല. വിക്കറ്റ് കീപ്പർ ബാറ്ററായി KL രാഹുൽ തന്നെയാകും ടീമിൽ ഇടം പിടിക്കുക. ഏകദിനത്തിൽ 5-ാം നമ്പറിൽ രാഹുൽ കാഴ്ചവെക്കുന്ന പ്രകടനം ടീമിന് വലിയ മുതൽക്കൂട്ടാണ്. വിക്കറ്റിന് പിന്നിലും ബാറ്റിംഗിന് പിന്നിലും ഒരേപോലെ തിളങ്ങാൻ സാധിക്കുന്നു എന്നത് സെലക്ടർമാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. മലയാളി താരം സഞ്ജു സാംസൺ 2ാം വിക്കറ്റ് കീപ്പർ റോളിലേക്ക് തിരിച്ചെത്തുകയാണ്. അതാണ് ആരാധകർക്ക് ആവേശം നൽകുന്ന മറ്റൊരു കാര്യം. അത് 2 വർഷത്തിനു ശേഷം അയാളുടെ പ്രകടനത്തെ നാം വാഴ്ത്തേണ്ടതില്ലല്ലോ. സർവ്വം നൽകാൻ അയാൾ തയ്യാറാകുമ്പോൾ ഇന്ത്യയുടെ നീല കലർന്ന ജേഴ്സിയോട് അനീതി കാട്ടുക എന്നത് അയാളിൽ അനിഷ്ടം വിതക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആവശ്യഘട്ടത്ത് എല്ലാവരും പ്രതീക്ഷിച്ചതിലും അപ്പുറത്താണ് അയാൾക്ക് കാര്യങ്ങൾ നടത്താനാവുക. ക്രീസിലെത്തിയാൽ സഞ്ജു മറ്റൊരു മാലാലോകത്താണ്. അവിടെ അയാൾക്ക് കണക്ക് കൂട്ടാനും വിധിക്കാനും കഴിയുന്ന പലതുമുണ്ട്. എന്നാൽ ഹാർദിക്കിന് ഇത്തവണ വിളിയെത്തില്ല. പ്രധാന ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യക്ക് ഈ പരമ്പരയിൽ വിശ്രമം നൽകിയേക്കാം. താരത്തിന് വർക്ക് ലോഡ് മാനേജ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. ഹാർദിക്കിന്റെ അഭാവം യുവതാരങ്ങൾക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള വലിയ അവസരമായി മാറും. പേസ് ഓൾറൗണ്ടർ റോളിൽ നിതീഷ് കുമാർ റെഡ്ഡിയെ പരിഗണിക്കുന്നത് ടീമിന് പുതിയൊരു മാനം നൽകും. IPL മികച്ച വേഗതയിൽ പന്തെറിയുന്നതിനോടൊപ്പം ബാറ്റിംഗിലും തിളങ്ങാൻ നിതീഷിന് സാധിക്കുന്നുണ്ട്. ഹാർദിക്കിന് ഒരു ബാക്കപ്പ് എന്ന നിലയിൽ നിതീഷ് റെഡ്ഡിയെ വളർത്തിയെടുക്കാനാണ് സെലക്ടർമാരുടെ പ്രധാന ശ്രമം. ബൗളിംഗിൽ കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും സ്പിന്നർമാരായി എത്തും. വരുണിന്റെ വേരിയേഷനുകളും കുൽദീപിന്റെ ബൗളിംഗും അഫ്ഗാൻ ബാറ്റർമാർക്ക് വലിയ വെല്ലുവിളിയാകും. ഇവരോടൊപ്പം അക്സർ പട്ടേൽ സ്പിൻ ഓൾറൗണ്ടറായി ടീമിന് ഊർജം നൽകും. പേസ് ജസ്പ്രീത് ബുംറയുടെ സാന്നിധ്യം ഉണ്ടാകില്ല എന്നത് ചർച്ചാ വിഷയമാണ്. IPL നിരാശാജനകമായ പ്രകടനവും അദ്ദേഹത്തിന് ആവശ്യമായ വിശ്രമവും കണക്കിലെടുത്താണ് ഈ തീരുമാനം. ബുംറയുടെ അഭാവത്തിൽ മുഹമ്മദ് സിറാജ് പേസ് നിരയെ നയിക്കേണ്ടി വരും. മുഹമ്മദ് സിറാജിനോടൊപ്പം പ്രസിദ്ധ് കൃഷ്ണയും പേസ് നിരയിൽ പ്രധാനികളാകും. വിക്കറ്റുകൾ നേടാനുള്ള സിറാജിന്റെ കഴിവും എക്സ്ട്രാ ബൗൺസ് കണ്ടെത്താനുള്ള പ്രസിദ്ധിന്റെ ശൈലിയും ഇന്ത്യൻ ബൗളിങ്ങിന് മൂർച്ച കൂട്ടും. യുവ പേസർ ഹർഷിത് റാണെ ടീമിലേക്ക് എത്തുമെന്നും ഉറപ്പുണ്ട്. പന്തിനൊപ്പം ബാറ്റ് കൊണ്ടും സംഭാവന നൽകാൻ ഹർഷിദിന് കഴിയും. ഒപ്പം ഇടം കയ്യൻ പേസർ എന്ന നിലയിൽ ഹർഷദീപ് സിംഗും ഇന്ത്യൻ ടീമിൽ സ്ഥാനം പിടിക്കും.
എന്നാൽ സീനിയർ താരം മുഹമ്മദ് ഷമി ടീമിലുണ്ടാകില്ല. ജൂൺ 14 ആരംഭിക്കുന്ന ഈ പരമ്പരയിലൂടെ 2027 ലോകകപ്പിലേക്കുള്ള ടീമിനെ വാർത്തെടുക്കുന്നതാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം. യുവത്വവും അനുഭവ സമ്പത്തും ഒത്തുചേരുന്ന ഈ സാധ്യത ടീം അഫ്ഗാനിസ്ഥാനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും കാത്തിരുന്ന് കാണാം.